അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അള്ളാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ഒരാൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടാൻ ഇടയാക്കല്ല റഹ്മാനെ. യാ അല്ലാഹ്, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിമേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 20 ചതുരശ്ര അടി മീറ്റർ ചർമ്മവും 6000 മൈൽ രക്തവാഹിനി കുഴലുകളും 50 ലക്ഷം മുടിയിഴകളും 25 ലക്ഷം ചുവന്ന രക്താണുക്കളും 25,000 വെളുത്ത രക്താണുക്കളും 650 പേശികളും 206 അസ്ഥികളും 100 സന്ധിബന്ധങ്ങളും മാത്രമല്ല ഒരു റൂം പൂശാൻ പര്യാപ്തമായ ചുണ്ണാമ്പും 1.5 ഇഞ്ച് ആണിയുണ്ടാക്കാനുള്ള ഇരുമ്പും 2000 തീപ്പെട്ടി ഉണ്ടാക്കാനുള്ള ഫോസ്ഫറസും 7 കെട്ട സോപ്പുണ്ടാക്കാനുള്ള കൊഴുപ്പും ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിദഗ്ധനായ ഡോക്ടർ ഗോപാലനാചാരി അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ തെളിയിച്ചതാണ്. അദ്ദേഹം ഒരു മാതൃഭൂമി ലേഖനത്തിൽ ഇത് വിശദീകരിച്ചതുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ സംവിധാനത്തെപ്പറ്റി. അള്ളാഹുവിൻ്റെ സംവിധാനത്തിൽ ഇത് തന്നെ മതി. ഈ സൃഷ്ടിപ്പിനെ ആധാരമാക്കി മനുഷ്യന് അള്ളാഹുവിനെ ആരാധിക്കുവാൻ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു. സൃഷ്ടിപ്പിനെ മാനദണ്ഡമാക്കി അള്ളാഹുവിനെ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ, അപ്പോൾ സൂറത്തുൽ ബഖറയിൽ 2ാമത്തെ സൂറത്താണ്. അതിൽ 21ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളെ നാഥൻ ആരാണെന്നറിയാൻ അള്ളാഹു നമ്മളെ ഉണർത്തുകയാണ്. യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. നമ്മുടെ നാഥനെ നമ്മൾ അറിയണം. പ്രിയപ്പെട്ടവരെ, ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല? ആരാണെന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് അതിൻ്റെ മഹത്വങ്ങളെപ്പറ്റി വ്യക്തമാക്കി തരികയാണ്. അള്ളാഹു ജനങ്ങളെ വിളിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, ഈ ലോകത്തിലുള്ള ജനങ്ങളെ മൊത്തത്തെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവീൻ. അല്ലദീ ഹലക്കക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും അവൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മജീവിതം നയിക്കുവാൻ വേണ്ടി, ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണേ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. വീണ്ടും അള്ളാഹു പറയുന്നു, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അള്ളാഹു ഭൂമിയെ മെത്തയാക്കുകയും വസ്സമാഅ ബിനാഅ, ആകാശത്തെ അവൻ മേൽക്കൂരയാക്കി തന്നു. ആകാശത്ത് നിന്നും അള്ളാഹു അവൻ വെള്ളം നമുക്ക് ചൊരിഞ്ഞു തന്നു. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് ഭക്ഷിക്കാനുള്ള റിസ്ക്കിനെ അള്ളാഹു ഉൽപ്പാദിച്ചു തന്നവനും അവൻ തന്നെയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹുവിന് പുറമേ നിങ്ങൾ പങ്കാളികളെ വയ്ക്കല്ലേ, അള്ളാഹുവിന് പുറമേ നിങ്ങൾ ആരെയും ആരാധിക്കല്ലേ, അള്ളാഹുവിന് പങ്കുകാരായിട്ട് ആരുമില്ല എന്ന് അള്ളാഹു വ്യക്തമാക്കി തരികയാണ്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പങ്കാളികളെ വയ്ക്കരുതെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിതെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ സൂറത്തുൽ അഅറാഫ് 7ാമത്തെ സൂറത്താണ്. അതിൽ 54ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരായത്തുണ്ട്.
ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ സ്തവ അലൽ അർശി വയുഗ്ശിൽ ലൈല വന്നഹാറ യത്ലുബുഹു ഹദീസൻ വശംസ വൽ ഖമറ വന്നുജൂമ മുസഖറാത്തിൻ ബിഅംരിഹി അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു പഠിപ്പിക്കുന്നതാണ്, അല്ലാഹുവിൻ്റെ മഹത്വത്തെപ്പറ്റി പഠിപ്പിക്കുന്നു. ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ചത് ഫീ സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങളിലായിട്ടാണ്, 6 ഘട്ടങ്ങളിലായിട്ടാണ് അല്ലാഹു ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചതെന്നും സുമ്മസ്തവ അലൽ അർശി, എന്നിട്ട് അവൻ സിംഹാസന സ്ഥാനത്തായിരിക്കുന്നു എന്ന് പറയുന്നു. അല്ലാഹു വിശദീകരിക്കുന്നു, അത് സിംഹാസന സ്ഥാനത്ത് ആയിരിക്കുന്നു എന്നും സിംഹാസന ആരോഹണമാണെന്നും പരിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്നാൽ സിംഹാസന സ്ഥാനം എങ്ങനെ, ഏത് രീതിയിലാണെന്നോ സിംഹാസന ആരോഹണം ഏത് തരത്തിലാണെന്നോ അല്ലാഹു വ്യക്തമാക്കി തന്നിട്ടില്ല. അതിനാൽ അല്ലാഹു അതിന് വ്യക്തമാക്കി തന്നിട്ടുള്ള അത് നമ്മുടെ പരിധിക്ക് അപ്പുറത്തുള്ള അദൃശ്യമായ കാര്യങ്ങൾ വിശദീകരിക്കാനോ നമുക്ക് വ്യാഖ്യാനിക്കാനോ നമുക്ക് പ്രസക്തിയില്ല. അല്ലാഹു സൂറത്തിൽ ഈ ആയത്തിലൂടെയൊക്കെ അല്ലാഹുവിൻ്റെ ഏകത്വത്വം തെളിയിക്കാൻ അല്ലാഹു പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ റബ്ബിൻ്റെ ഏകത്വത്വം മനസ്സിലാക്കണം. അല്ലാഹു ആരാണെന്ന് ചിന്തിച്ച് നമ്മൾ അല്ലാഹുവിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അല്ലാഹു ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മസ്തവ അലൽ അർശി, എന്നിട്ട് അവൻ സിംഹാസന സ്ഥാനത്തായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, യുഗ്ശിൽ ലൈല വന്നഹാറ, രാത്രിയെ അവൻ പകലിനെ കൊണ്ട് മൂടുന്നു. യത്ലുബുഹു ഹദീസൻ, എന്നിട്ട് പകലിനെ അത് തേടിയെത്തുന്നു. വശംസ വൽ ഖമറ വന്നുജൂമ മുസഖറാത്തിൻ ബിഅംരിഹി, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായ രീതിയിൽ അവൻ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, അലാ, നിങ്ങൾ മനസ്സിലാക്കണേ, ലഹുൽ ഹൽഖു, സൃഷ്ടിപ്പും, വൽ അംറു, ശാസനാധികാരവും, തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, മഹത്വ സമ്പൂർണനായ അല്ലാഹുവിനായിരിക്കണം, അല്ലാഹുവിനാണ് എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിതെല്ലാം മനസ്സിലാക്കുക, നമ്മുടെ നാഥനെക്കുറിച്ച് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സൂറത്തിൽ ആലി ഇമ്രാനിൽ ആയത്ത് 3-ാമത്തെ സൂറത്താണ്, അതിൽ 104-ാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്, വൽതക്കുൻ ഉമ്മത്തുൻ മിൻകും ഉമ്മത്തൻ യദൂന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വൽതക്കുൻ മിൻകും ഉമ്മത്തിൻ, അല്ലാഹു പറയുന്നു, നിങ്ങളിൽ നിന്നും ഒരു ഉത്തമ സമുദായം ഉണ്ടാകട്ടെ. യദൂന ഇലൽ ഹൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ഉമ്മത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ, ഉത്തമ സമുദായം ഉണ്ടാകട്ടെ. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കുകയും വയൻഹൗന അനിൽ മുൻകരി, തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന, വിലക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം, ഒരു വിഭാഗം ജനങ്ങൾ നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ. ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, എന്നാൽ അവരാണ് വിജയികൾ. അല്ലാഹു പറയുന്നു, അവരാണ് വിജയികളെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സൂറത്തിൽ മായിദ ഇതിൽ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമൻ യക്ഫുറു ബില്ലാഹി ഫഖദ് ഹബിത അമലുഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഹാസിരീൻ. അല്ലാഹു പറയുന്നു, വമൻ യക്ഫുറു ബില്ലാഹി, എൻ്റെ സത്യവിശ്വാസത്തിൽ നിന്നും പിരിഞ്ഞ് ജീവിച്ച് സത്യനിഷേധം ഇവർക്ക് ഫഖദ് ഹബിത അമലുഹു, അവരുടെ അമലുകൾ, അവരുടെ കർമ്മങ്ങൾ അല്ലാഹു നിഷിദ്ധമാക്കും, അല്ലാഹു നിഷ്ഫലമാക്കി കളയുമെന്നും വഹുവ ഫിൽ ആഖിറതി മിനൽ ഹാസിരീൻ, അവരാണ് പരലോകത്തെ പരാജിതരെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാക്കളുമായി ഇരിക്കുമ്പോൾ പറയുകയുണ്ടായി, സഹാബ, അല്ലാഹുവിൻ്റെ അടിമകളിൽ ഒരു വിഭാഗം ജനങ്ങളുണ്ട്, അവർ അൻബിയാക്കളോ ശുഹദാക്കളോ അല്ല. അൻബിയാക്കളും ശുഹദാക്കളെല്ലാം അവരോട് വളരെ താല്പര്യമുള്ളവരായിരിക്കും. അള്ളാഹുവിൻ്റെ ഇഷ്ടം കാരണം, അള്ളാഹുവും അവരുമായിട്ടുള്ള ഇഷ്ടം കാരണം അൻബിയാക്കളും ശുഹദാക്കളുമെല്ലാം അവരോട് വളരെ ഇഷ്ടമുള്ളവരായിരിക്കും സഹാബാക്കളെ എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാ, അവരാരാണ്? അങ്ങനെയുള്ള ജനങ്ങൾ ആരാണ് നബിയെ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച ഒരു വിഭാഗം ജനങ്ങളാണ്. അവർ അള്ളാഹുവിനെ സ്നേഹിച്ചത് ഒരു പരസ്പരം കൈകാര്യം ചെയ്യുന്ന സമ്പത്തിൻ്റെ പേരിലല്ല സ്നേഹിച്ചത്, ഒരു കുടുംബ ബന്ധത്തിൻ്റെ പേരിലുമല്ല അവർ അള്ളാഹുവിനെ സ്നേഹിച്ചത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവാണേ സത്യം, അങ്ങനെയുള്ള ജനങ്ങൾ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, അവർ ദീനിൻ്റെ അഹിലുകാരാണ്. ജനങ്ങളെല്ലാം പ്രയാസപ്പെടുമ്പോൾ അവർക്ക് ദുഃഖമുണ്ടാവുകയില്ല. ജനങ്ങൾ അവരുടെ മുഖം പ്രകാശത്തിലാണ്, അവരുടെ ജീവിതം പ്രകാശമായിരിക്കും. ജനങ്ങൾ ദുഃഖിക്കുമ്പോൾ ദുഃഖമുണ്ടാകുകയില്ല, അവർക്ക് ജനങ്ങളെല്ലാം പ്രയാസപ്പെടുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം ജനങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ജനങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഹലാലായ മുറാദുകൾ നീ ഞങ്ങൾക്ക് ഹാസിലാക്കി തരണേ അള്ളാഹുവേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ധാരാളമുണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് നാഥ. അള്ളാഹുവേ, ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് നാഥ. അവരുടെ വേദന നീ കുറച്ചു കൊടുക്കണേ അവർ ദുനിയാവിൽ അനുഭവിക്കുന്ന വേദന കാരണമായി അവർക്ക് പരലോകത്തെ വേദന നീ കുറച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഓപ്പറേഷന് വിധേയമാകുന്ന രോഗങ്ങളൊന്നും നീ ഞങ്ങൾക്ക് വെക്കല്ലേ രോഗം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. സർവശക്തനായ നാഥ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഈ ദുആ നീ സ്വീകരിക്കണേ ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.